അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ അമ്മാ ബഅദ്. ആദരണീയരായ പണ്ഡിതരെ, വിദ്യാർത്ഥികളെ, ശ്രോതാക്കളെ, സോറ ക്രിയേറ്റ് ചെയ്യുന്ന മായാലോകത്തെ കാഴ്ചകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലേറ്റസ്റ്റ് പതിപ്പുകൾക്ക് ഒരു ഉദാഹരണമാണ്. പറയാൻ ശ്രമിക്കുന്നത് പുതുമകളും പരിമിതികളും നിറഞ്ഞ ഭൗതിക വിപ്ലവ കാലഘട്ടത്തെപ്പറ്റിയാണ്. നിർമ്മിത ബുദ്ധിയുടെ സ്വാധീനം മനുഷ്യ ജീവിതത്തിൻ്റെ സകല മേഖലകളെയും പിടിമുറുക്കിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗുണവും ദോഷവും എന്ന വിഷയത്തെക്കുറിച്ച് അല്പം സംസാരിക്കാം. ലോകത്തിൻ്റെ ദ്രുതഗതിയിലുള്ള ഗമനത്തിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യൻ്റെ അറിവും ആശയങ്ങളും പുനരാവിഷ്കരിക്കുന്ന ഈ കാലത്ത് വിദ്യാഭ്യാസം മുതൽ ആശയവിനിമയം വരെ മനുഷ്യ മനസ്സുകളുടെ തളർച്ചയിലും വളർച്ചയിലും നന്നായി സ്വാധീനം ചെലുത്തുന്നുണ്ട്. പ്രധാനമായും AI-യെ രണ്ടായി തരംതിരിക്കാം. ആദ്യത്തേത് ഏവർക്കും സുപരിചിതമായ ദിനേന നാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ChatGPT, ജെമിനി തുടങ്ങിയ ജനറേറ്റീവ് AI എന്ന് വിശേഷിപ്പിക്കാനാവുന്നവ. രണ്ടാമത്തേത് കൂടുതൽ അഡ്വാൻസ്ഡ് ആയ ഒന്നാണ്. ഏജന്റ് AI എന്ന് വിളിക്കപ്പെടുന്ന ഇവയുടെ പ്രത്യേകതയാണ് മനുഷ്യന് പകരം വെക്കാൻ സാധിക്കുന്ന ഹ്യൂമനോയിഡ് റോബോട്ടിക്സ്. BBC പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം 2040 ആകുമ്പോഴേക്കും ലോകത്തിൻ്റെ 40% തൊഴിൽ മേഖലകളിലും മനുഷ്യരെ AI റീപ്ലേസ്മെന്റ് ചെയ്യും. ഇത് ആശങ്കകൾക്കും ആശകൾക്കും കാരണമാകും. ഇവിടെ തൊഴിൽ രാഹിത്യവും മനുഷ്യരുടെ ഉന്മൂലനവും ഭയപ്പെടുന്നവരോടാണ് ഇനി എനിക്ക് സംസാരിക്കാനുള്ളത്. കാര്യങ്ങൾ കൃത്യമായി അപഗ്രഹിച്ച് ഇടപെടലുകൾ നടത്തുന്ന മനുഷ്യന്റെ കഴിവുകൾക്ക് തന്നെയാണ് എന്നും മൂല്യം. ഒരിക്കലും AI-ക്ക് മറികടക്കാൻ സാധിക്കാത്ത ഭൗതിക ഉൾക്കാഴ്ചയും കലാപരമായ സർഗാത്മകതയും മനുഷ്യന് മാത്രം അവകാശപ്പെടാൻ ഒതുക്കുന്ന പ്രത്യേക സവിശേഷതയുമാണ്. ചുരുക്കത്തിൽ സാങ്കേതിക വിദ്യയുടെ കടിഞ്ഞാൺ എപ്പോഴും മനുഷ്യരുടെ കയ്യിൽ സുഭദ്രമായിരിക്കുമെന്ന സാരം. ഡിജിറ്റൽ സാങ്കേതികതയുടെ പ്രസരിപ്പിൽ പിറന്നു വീഴുന്ന പുതുതലമുറ ഡിജിറ്റൽ സംസ്കാരത്തിന്റെ പ്രതിഭാസങ്ങളായി സാങ്കേതികതയോടൊപ്പം സമുന്നയിച്ച് വളരുന്നവരാണ്. നിരന്തരം അവർ അതിനെപ്പറ്റി തന്നെയാണ് പഠിക്കുന്നത്, അതല്ലെങ്കിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. കൗമാരക്കാരനായ ആദം റൈനിൽ നിന്ന് തുടങ്ങാം. ഉള്ളുനീറ്റിയ നൊമ്പരങ്ങൾ തുറന്നു പറയാൻ ഫോണിനകത്തെ ChatGPT മാത്രമായിരുന്നു കൂട്ടായി ഉണ്ടായിരുന്നത്. മനുഷ്യ വികാരങ്ങളെ അളന്നു പിടിക്കുന്നതിൽ മനുഷ്യരോളം മികവില്ലാത്ത നിർമ്മിത ബുദ്ധി അവരോട് നിർദ്ദേശിച്ചത് സ്വയം മരണം വരിക്കാനായിരുന്നു. ഈ മരണം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഡിജിറ്റൽ സാക്ഷരതയുടെ ആവശ്യകതയാണ്. AI ആക്സസ് ചെയ്യാനുള്ള പ്രായം 18 നിന്ന് കോർപ്പറേറ്റ് പ്രവണതകൾക്ക് വഴങ്ങി 13 ചുരുക്കുകയാണ് ഉണ്ടായത്. ഇത് കൗമാരത്തിലേക്ക് കാലെടുത്ത് വെച്ച കുട്ടികൾക്ക് അനിയന്ത്രിതമായി AI ലോകത്ത് വിരാജിക്കാൻ അവസരമൊരുക്കി. റോൾ മോഡലാവേണ്ടവരുടെ അഭാവവും ഗുണനിലവാരമില്ലാത്ത പേരന്റിങ്ങും ഗുരുശിഷ്യ ബന്ധത്തിന് ഇടയിലുള്ള വലിയ ജനറേഷൻ ഗ്യാപ്പും വിദ്യാർത്ഥികളെ അന്തർമുഖരാക്കി മാറ്റി. ഈ അവസ്ഥയിൽ നിന്ന് സന്തോഷം കണ്ടെത്താൻ ഈ കുട്ടികൾ ചാറ്റ് ബോട്ടുകളെയും അൽഗോറിതങ്ങളെയും ഷോർട്സ് വീഡിയോകളെയും കൂട്ടുപിടിക്കുന്നു. ഇത് വിഷാദ രോഗങ്ങൾക്കും ഇന്റർനെറ്റ് അഡിക്ഷനും വൈകല്യങ്ങൾക്കും കാരണമാകുന്നു. ഡാറ്റ അനലിറ്റിക്സിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം വിദ്യാഭ്യാസ മേഖലകളിൽ 300% AI ഉപയോഗം വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം പ്രതിസന്ധികളെ ഡിജിറ്റൽ ഹൈജീൻ പാലിക്കുന്നതിലൂടെ തരണം ചെയ്യൽ സാധ്യമാകുന്നു. വിദ്യാർത്ഥികളുടെ ഒറ്റപ്പെടലുകൾ മാറ്റാൻ ആവശ്യമായ സൗഹൃദപരമായ നടപടികൾ സ്വീകരിക്കുകയും യാത്രകൾ, കായിക മത്സരങ്ങൾ തുടങ്ങിയവയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും മുഴുസമയവും സ്ക്രീനിൽ ഒതുങ്ങി നിൽക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നത് കൂടുതൽ സഹായകരമാകും. AI-യുടെ നേരും നെറികേടും നെല്ലും പതിരും എന്ന പോലെ വേർതിരിച്ചറിഞ്ഞ് ഉപയോഗിക്കേണ്ടതുണ്ട്. മോർഫിൻ പോലെയുള്ള ദുരുപയോഗ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നവർ ഇന്ന് ധാരാളമാണ്. അവതാറുകൾ സ്വതന്ത്ര വിഹിതം നടത്തുന്ന മെറ്റയുടെ വിർച്വൽ വേൾഡ് AI ലോകം ഈ സൃഷ്ടികളിൽ ഒന്നു മാത്രമാണ്. അവസാനമായി പറയാനുള്ളത്, നിർമ്മിത ബുദ്ധി ലോകത്തിൻ്റെ ഗമനം വേഗത്തിലാക്കാനുള്ളതാണ്, മനുഷ്യനെ നാശത്തിലേക്ക് അയക്കാനുള്ളതല്ല. നിർമ്മിത ബുദ്ധിയും മനുഷ്യ മനസ്സും ഇണങ്ങിച്ചേർന്ന് ഒരു സൗഹൃദ ലോകം പണിയാനാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. വാഹിറ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തുടരുന്നു.